ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു, പ്രീമിയർ പ്രോയിൽ എഡിറ്റ് ചെയ്ത വീഡിയോ ഡാവിഞ്ചി റിസോൾവിൽ കൊണ്ടുവന്ന് കളർ ഗ്രേഡ് ചെയ്ത ശേഷം വീണ്ടും പ്രീമിയർ പ്രോയിലേക്ക് കൊണ്ടുവരുന്ന ഒരു വീഡിയോ ചെയ്യാമോ എന്ന്. നമുക്കിത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ടൈം ലൈനിൽ കുറച്ച് ക്ലിപ്പുകൾ എടുത്തിട്ടിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കട്ടിങ്ങും അറേഞ്ച്മെൻറ്റും എല്ലാം ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ആവശ്യമില്ലാതെ എഫക്റ്റുകൾ വാരിയിടാൻ നിൽക്കരുത്. അതിൻ്റെ കാരണം, നമ്മൾ ഇവിടെ എഫക്റ്റ് ഇട്ടിട്ട് ഡാവിഞ്ചിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഡാവിഞ്ചിയിൽ അത് എല്ലാം സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്ക് അനാവശ്യമായിട്ടുള്ള ടൈം ലൈൻ പ്രശ്നങ്ങൾ വരും. അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ എഫക്റ്റുകളൊന്നും ഇടാതിരിക്കുക. എന്നിട്ട് കട്ടിങ്ങും അറേഞ്ച്മെൻറ്റും എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നിട്ട് മുകളിലുള്ള ഫയലിൽ പോവുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴോട്ട് ഇവിടെ എക്സ്പോർട്ട് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും അവസാനം ഫൈനൽ കട്ട് പ്രോ XML എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലും ഒരു നെയിം കൊടുത്ത് അതിനങ്ങ് സേവ് ചെയ്യുക. ഞാൻ ഇവിടെ പ്രീമിയർ എന്ന് കൊടുക്കുകയാണേ, പ്രീമിയർ എന്ന് കൊടുത്തു. എന്നിട്ട് സേവ് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ഡാവിഞ്ചിയിലോട്ട് പോകാം. ഡാവിഞ്ചി റിസോൾവ് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ മീഡിയ പൂളിൻ്റെ സെക്ഷനിൽ വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ടൈം ലൈൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിൽ ഇമ്പോർട്ട് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ AAF, EDL, XML എന്നുള്ള ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചുള്ള XML ഫയലില്ലേ, അതൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണിക്കുന്നത് XML ഫയലിലുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇത് ചേഞ്ച് ചെയ്യാൻ നിൽക്കുന്നില്ല, ഡിഫോൾട്ടായിട്ട് അത് തന്നെ കിടന്നോട്ടെ. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യുക. ഇപ്പം നമ്മൾ അവിടെ എഡിറ്റ് ചെയ്ത അതേ ക്ലിപ്പുകളെല്ലാം അവിടെ കട്ട് ചെയ്ത് വെച്ചിരുന്ന കണക്ക് ഇവിടെ വന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഇപ്പം ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ക്ലിപ്പ് നോട്ട് ഫൗണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ ജസ്റ്റ് നോ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം പ്രീമിയറിൽ എഡിറ്റ് ചെയ്ത ക്ലിപ്പുകളുണ്ടല്ലോ, അതിനെ പതുക്കെ വലിച്ചുകൊണ്ടൊന്ന് ഇതിനകത്ത് ഇടുക. ഈ ഒരു മീഡിയ പൂളിൻ്റെ സെക്ഷനിൽ ഇടുക. ഇട്ടതിന് ശേഷം നിങ്ങളുടെ ടൈം ലൈനിലുള്ള എററായിട്ടുള്ള, ഇത് റെഡ് ആയിരിക്കും, അതിൽ ഏറ്റവും ആദ്യം കിടക്കുന്ന ഏത് ക്ലിപ്പാണ് എററായിട്ട് കിടക്കുന്ന ആദ്യം കിടക്കുന്ന അതിൻ്റെ ഫയൽ നെയിം നോക്കുക. എന്നിട്ട് ആ വീഡിയോ നമ്മുടെ ഈ ഒരു ടൈം ലൈനിലുണ്ടാവും. ആ ഒരു വീഡിയോ കണ്ടുപിടിച്ചിട്ട് അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും അവസാനം ക്ലിപ്പ് ആട്രിബ്യൂട്ട്സ് എന്ന് കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടൈം കോഡ് എന്ന് കാണാം. ഈ ടൈം കോഡ് ക്ലിക്ക് ചെയ്തിട്ട് ഈ കറണ്ട് ഫ്രെയിമും സ്ലേറ്റും കണ്ടോ, ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് 0 കുറച്ച് നേരം ഒന്ന് ഞെക്കി പിടിക്കുക. എന്നിട്ട് താഴത്തിൽ ഞെക്കിയിട്ട് അവിടെയും 0 കുറച്ചൊന്ന് ഞെക്കി പിടിക്കുക. അതിനുശേഷം ജസ്റ്റ് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലിപ്പുകളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആയിക്കോളും. ആ ഒരു ഇറങ്ങ് പോകും കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. അപ്പം നമുക്ക് തിരിച്ചിതിലോട്ട് വരാം. ഇവിടെ നമ്മൾ ജസ്റ്റ് കളർ ഗ്രേഡ് ചെയ്യുക. അതിനാണല്ലോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നമുക്കൊന്ന് ചുമ്മാ ഒന്ന് ചെയ്യാം. നമുക്ക് ഏതെങ്കിലും ഒരു ക്ലിപ്പ് എടുത്തിട്ട് ഇതിനെ ഒന്ന് കളർ ഗ്രേഡ് ചെയ്യാം. നമ്മൾ ചെറുതായിട്ടൊരു കളർ കറക്ഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് നമുക്കിനി ഡെലിവർ പേജിലോട്ട് പോവാം. ഡെലിവർ പേജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ പ്രീസെറ്റ് എന്ന് പറഞ്ഞ മോഡൽ കൊടുത്തിട്ടില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് പ്രീമിയർ XML എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ച് കൊടുക്കുക. അത് മാത്രം അവിടെ ചെയ്താൽ മതി. വേറെ ഇതൊന്നും ചേഞ്ച് ചെയ്യാൻ നിൽക്കേണ്ട. ഇതെല്ലാം അതുപോലെ തന്നെ ഇരുന്നോട്ടെ, ഒന്നും ചേഞ്ച് ചെയ്യേണ്ട. ജസ്റ്റ് ആഡ് ടു റെൻഡർ ക്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റെൻഡർ ആൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ എക്സ്പോർട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രീമിയറിലോട്ട് പോവാം. എന്നിട്ട് വീണ്ടും ഫയലിലേക്ക് പോവുക. ഫയലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇമ്പോർട്ട് എന്നത് കാണാം, ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ സേവ് ചെയ്തിട്ടുള്ള, അതായത് നമ്മുടെ ഡാവിഞ്ചി റിസോൾവിൽ നിന്നും സേവ് ചെയ്തിട്ടുള്ള ആ ഒരു XML ഫയൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുക. നമ്മുടെ ഡാവിഞ്ചിയിൽ ചെയ്ത ആ ഒരു വീഡിയോയും ടൈം ലൈനും എല്ലാം കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കാണുന്ന ടൈം ലൈൻ കണ്ടോ, ഇതാണ് ടൈം ലൈൻ. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടൈം ലൈൻ ഇവിടെ ഓപ്പൺ ആവും. കണ്ടോ, കളർ ഗ്രേഡ് ചെയ്ത ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ ഒന്നേ ചെയ്തുള്ളൂ, ബാക്കിയൊന്നും കളർ ഗ്രേഡ് ചെയ്തില്ല. ഈ ഒരു വീഡിയോ മാത്രം ചെയ്തോളായിരുന്നു. കണ്ടോ, ഇത് നമ്മൾ ഇപ്പോൾ ഡാവിഞ്ചിയിൽ നിന്ന് കൊണ്ടുവന്ന ടൈം ലൈനാണ്. അതുപോലെ നമ്മുടെ പഴയ ടൈം ലൈൻ ഇവിടെ തന്നെ ഉണ്ട്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. അത് കണ്ടോ, കളർ ചെയ്യാത്തത് നമ്മളിവിടെ ഇതാണ് ഡാവിഞ്ചിയിൽ നിന്ന് കൊണ്ടുവന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ഡാവിഞ്ചിയിലേക്ക് കൊണ്ടുവരുന്നതിന് തൊട്ട് മുമ്പ് അതിൽ എഫക്ട്സുകളോ കാര്യങ്ങളോ ഒന്നും ഇടാതിരിക്കുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.